ഹായ് ഡിയേഴ്സ്, ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്നിലൂടെ ഒരു ഗൈഡൻസ്, ഒരു ക്ലാരിറ്റി, ഒരു മെസ്സേജ് നൽകിയാലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. റിമൂവ് യുവർ ഓൺ ഒബ്സ്റ്റക്കിൾസ്. അതായത് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് തടസ്സം നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഒബ്സ്റ്റക്കിൾസ്, ആ ഒരു തടസ്സം നിങ്ങൾ തന്നെയാണ് മാറ്റേണ്ടത്. അതായത് മിക്കവരുടെ ഉള്ളിലും ഒരു കുറ്റബോധം കിടക്കുന്നുണ്ടായിരിക്കും. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവരുടെയും ആ ഒരു വിചാരം അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ടാണ് പല കാര്യങ്ങളും തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇതുവരെയുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് തന്നെയാണ് പ്രശ്നം. അതായത് കുറ്റബോധം പേറി നടക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. ആ ഒരു കുറ്റബോധം മാറ്റണം. ഇതിനെ തന്നെയാണ് ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതും ഇതിനെ തന്നെയാണ്. അതായത് ഈ ഒരു കുറ്റബോധത്തിനെയാണ് നമ്മൾ ഹീലിങ്ങിലൂടെ അത് കറക്റ്റാക്കി കൊണ്ടുവരാറ്. ഇത് കുറച്ച് ആൾക്കാരെയാണ് ഞാൻ പറഞ്ഞു, ഭൂരിഭാഗം ആൾക്കാരുടെ. മറ്റ് പലരുടെയും തടസ്സം, അവരുടെ ഉള്ളിലുള്ള തടസ്സം അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തടസ്സമായി നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തി അവയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ലക്ഷ്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്.